ഓം സദ്ഗുരുഭ്യോ നമ. അരുണാരുണകല്ലോലകരുണാകരിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ശ്രീമദ് ഭാഗവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ പരശുരാമൻ അച്ഛന് ജീവൻ നൽകിയതിനു ശേഷം യജ്ഞകർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് ബാക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. യജ്ഞപുരുഷനാകും ഹരിയെ യജിച്ചിതോ യജ്ഞാർത്ഥം കശ്യപന് ഭൂമിയും നൽകിയിടിനാൻ. ദിവ്യരൂപവും കൊണ്ടു താമസം ജമദഗ്നി ഭവ്യമാം സപ്തർഷിയിലൊന്നായി മരുവിനാൻ. അങ്ങനെ യജ്ഞകർമ്മം ചെയ്തു. അതിനുശേഷം ദാനങ്ങളായിട്ട് ബ്രാഹ്മൺസിനും അതുപോണക്ക് തന്നെ ഋത്വിക്കുകൾക്ക്, സദസ്യർക്ക്, ഇവർക്കൊക്കെ ദാനം ചെയ്യണമല്ലോ. അങ്ങനെ യാദൃച്ഛ്യത്തിന് നേതൃത്വം നൽകിയവർക്കായിട്ട് ഭൂമിയെ വിഭജിച്ച് കൊടുത്തു ഭഗവാൻ പരശുരാമൻ. ഹോതാവായിരുന്ന വ്യക്തിക്ക് കിഴക്കു ദിക്കു കൊടുത്തു, ബ്രഹ്മനായിട്ടിരുന്ന വ്യക്തിക്ക് തെക്കു ദിക്കു കൊടുത്തു. അധര്യു എന്ന് പറയുന്ന ആ വ്യക്തിയല്ല, ഒരു ഹോമത്തിന് 4 പേര് ആവശ്യമാണ്. ബ്രഹ്മൻ, അധര്യു, ഉദ്ഗാതാവ്, അങ്ങനെ 4 വിഭാഗമുണ്ട്. അവർക്ക് ഓരോരുത്തർക്ക് ഋത്തിക്ക് 4 വിഭാഗത്തിനും അതിനെ ദാനം ചെയ്യുകയാണ്. അധര്യുവിന് പടിഞ്ഞാറ് ദിക്കു കൊടുത്തു, ഉദ്ഗാതാവിന് വടക്ക് ദിക്കു കൊടുത്തു. മറ്റുള്ളവർക്കായിട്ട് 4 കോണും 4 ദിക്കിന്റെ 4 കോണുകൾ നൽകി. കശ്യപന് മധ്യഭാഗമാകുന്ന ഭൂമിയെയും ദാനം ചെയ്തു. അതാണ് നമ്മള് കശ്യപ ഗോത്രം ആണെന്ന് പറയും. മറ്റു ഗോത്രങ്ങൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ കശ്യപ ഗോത്രം എന്ന് പറയാറുണ്ട്. സാധാരണ നമ്മൾ ചോദിക്കാറില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഗോത്രം ചോദിക്കുന്ന സംസ്കാരമുണ്ട്. അങ്ങനെ കശ്യപന് മധ്യഭാഗം കൊടുത്തു, ഉപദ്രഷ്ടാവിന് ആര്യവർത്തം കൊടുത്തു, സദസ്യരായിട്ടുള്ളവർക്കൊക്കെ ശേഷിച്ച ഭാഗങ്ങളൊക്കെ നൽകി. അങ്ങനെ ആ യാഗം, അഗ്നിഹോത്ര സംസ്കാരത്തോടു കൂടി ചെയ്ത യാഗം സമ്പുല്ലമായി. യാഗഫലത്താൽ സന്തുഷ്ടനായ ദേവന്മാർ ജമദഗ്നിക്ക് ദേഹം ലഭിച്ചു. ദേഹം ലഭിച്ച ജമദഗ്നിയെ സപ്തർഷിയിൽ ഒരാളായിട്ട് മാറ്റി. നമ്മളിത് ഇതിനു മുന്നേ വായിച്ചു പോയതാണ്. 8ാമത്തെ സ്കന്ധം വായിക്കുമ്പോൾ ഈ ഭാഗവതത്തിന്റെ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 459, 460 എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞ വഴിക്ക് ഈ ഭാഗം തന്നെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഏത് സപ്തർഷിയിൽ ഒരാളായിട്ട് മാറി ജമദഗ്നി എന്ന് പറയുമ്പോൾ ജമദഗ്നി ഉൾപ്പെട്ട സപ്തർഷികള് ഏത് കാലത്തെയാണെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാറും. കാരണം സപ്തർഷികള് 14 വിഭാഗത്തിൽ സപ്തർഷികളുണ്ട്. അപ്പൊ അതില് ഈ ജമദഗ്നി ഉൾപ്പെടുന്ന സപ്തർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനു മുന്നേ വായിച്ചു പോയതാണ്. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ എന്നുള്ളവര് 7ാമത്തെ മന്വന്തരത്തിലെ സപ്തർഷികളായിരുന്നു എന്ന് പറയുന്നു. അവിടെ നമ്മൾ പറഞ്ഞു വൈവസ്വത മനുവാണ് അന്ന് ഭരണം. പുത്രന്മാര് ഇക്ഷാകു, നഭൻ, ശര്യാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, നരിഷ്യന്തൻ, നാഭാഗൻ, പ്രഷദ്രൻ, പിന്നെ കുരുഷൻ, വസുമാൻ. ഇതാണ് അവരുടെ സന്തതികൾ, മക്കളുടെ പേര് പറയുന്നത്. പിന്നെ വസുക്കളായിട്ട് വന്ന രുദ്രന്മാര് വിശ്വദേവകൾ, ആദിത്യൻ, ഋഭുക്ക്, മരുത്തുക്കൾ, അമരകൾ, അശ്വിദേവന്മാര്, ഇന്ദ്രൻ, പുരന്തരൻ. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞു പോയത്. ആ 7ാമത്തെ വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷിയായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. അങ്ങനെ അവസാനം ആ വ്രതത്തിന്റെ അവസാനത്തില് ബ്രഹ്മമാകുന്ന അധിഷ്ഠാന ദേവതയോടുകൂടിയ സരസ്വതി നദിയില് അവമൃത സ്നാനം ചെയ്ത് രാമൻ പാപമുക്തനായി അടുത്ത മന്വന്തരത്തിൽ ഋഷികളിൽ ഒരുവനായി തീരുമെന്നുള്ള അനുഗ്രഹവും അദ്ദേഹത്തിന് കിട്ടി. ഭവ്യമാം സപ്തർഷിയിലൊന്നായി മരുവിനാൻ ന്യസ്ത്യശസ്ത്രനായി രാമന് മാഹേന്ദ്ര പർവ്വതാഗ്രേ സ്വസ്ഥനായി താപം ചെയ്തു വാണിതു സുഖത്തോടും. തന്റെ കർമ്മം താൻ അവതരിച്ച് ഭൂമിയിൽ ധർമ്മത്തെ പാലിക്കാനുള്ള തന്റെ കർമ്മം കഴിഞ്ഞു.
അതോടുകൂടി ഭഗവാൻ തന്റെ ആയുധത്തെ ഉപേക്ഷിച്ചു. ന്യസ്തശസ്ത്രനായി തന്റെ ആയുധത്തെ ഉപേക്ഷിച്ചിട്ട്, കാരണം പിന്നെ അദ്ദേഹത്തിന് തപസ്സാണ് ചെയ്യാനുള്ളത്. തപസ്സിന് ആയുധങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിൽ പോയിട്ട് സ്വസ്ഥനായി തപസ് ചെയ്ത് ഇന്നും ചിരഞ്ജീവിയായിട്ട് ഭഗവാൻ പരശുരാമൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ച് അധിവസിക്കുന്നു. സ്വസ്ഥനായി താപം ചെയ്തു വാണിതു സുഖത്തോടും ഇതരോ ഭൃഗുകുലേ പിറന്ന നാരായണൻ പൃഥ്വിതൻ ഭാരം തീർപ്പാൻ വധിച്ചു നൃപന്മാരെ താപസ സിദ്ധ ഗന്ധർവാദിപൂജിതനായി താപവോ ഭക്തന്മാർക്കു കളഞ്ഞു വാണിടിനാൻ. അങ്ങനെ ആ പറഞ്ഞു വന്ന വഴിക്ക് സന്ദർഭോചിതമായിട്ട് ഗാധിയുടെ കഥയും സത്യവതിയുടെ കഥയും പറഞ്ഞു. ആ സത്യവതി ഋചീകനെ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞു. ഋചീകന്റെ കഥയ്ക്ക് ശേഷം യാഗ ഉദകത്തെ സന്ദർഭത്തില് ദിവ്യമന്ത്രം ജപിച്ച ഉദകത്തെ സത്യവതിയും അമ്മയും മാറി മാറി ഭുജിച്ചു. അതിന്റെ ഫലമായിട്ട് ഋചീകൻ തന്നെ നൽകിയ ഒരു അനുഗ്രഹം, ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം എന്ന മാതിരി കൊടുത്ത അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് സത്യവതിയിൽ ജമദഗ്നി ഉണ്ടായി. ജമദഗ്നിക്ക് പുത്രനായിട്ട് ബ്രാഹ്മണനായിട്ടും കൂടിയ ക്ഷത്രവീര്യത്തോടു കൂടിയ പരശുരാമൻ ഉണ്ടായി എന്ന് ആ കഥ പറഞ്ഞു വന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് പരശുരാമന്റെ കഥ കൊണ്ട് അവിടെ നിർത്തി. വീണ്ടും നമ്മൾ എവിടുന്ന് തുടങ്ങിയോ അവിടുന്ന് തന്നെ വീണ്ടും പറയാൻ തുടങ്ങുകയാണ്. വിശ്വവിശ്രുതൻ ഗാധിനന്ദനൻ വിശ്വാമിത്രൻ ശാശ്വതൻ താപം ചെയ്തു വിത്രത്വം ശാശ്വതൻ താപം ചെയ്തു വിപ്രത്വം ലഭിച്ചുതേ. ആ ഗാധിയുടെ കഥയാണ് വീണ്ടും പറയുന്നത്. ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രൻ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഗാധിയുടെ കഥ, അവിടെ പുത്രിയായ സത്യവതിയുടെ കഥ പറഞ്ഞു, പരശുരാമന്റെ കഥ പറഞ്ഞു. ഇനിയും ഗാധിയുടെ വംശം പറഞ്ഞു വരുന്നത് വിശ്വാമിത്രനെ പറ്റിയാണ്. അദ്ദേഹം ഹോമകുണ്ഡത്തിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നി പോലെ ശോഭിച്ച വ്യക്തിയായിരുന്നു. ഗാധിയുടെ പുത്രനായിരുന്ന വിശ്വാമിത്രൻ എന്ന് പറയുന്നത് നമ്മള് ഭഗവാൻ വിശ്വാമിത്രനെ പറ്റി രാമായണത്തില് വളരെ ഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ആ വളരെ അഗ്നി പോലെ തേജസ്സോടു കൂടിയ ദിവ്യനായ ഒരു ക്ഷാത്രവീര്യം ഉണ്ടായിട്ടുകൂടി തപം ചെയ്ത് ബ്രാഹ്മണത്വത്തെ നേടിയെടുത്തവനാണ്. അപ്പോൾ ക്ഷത്രനായിട്ടുകൂടി ക്ഷാത്രവീര്യം ഉണ്ടായിരുന്നിട്ടുകൂടി ബ്രാഹ്മണത്വം നേടിയെടുക്കാനും കർമ്മമാണ് അടിസ്ഥാനം. നമ്മുടെ കർമ്മമാണ് നമ്മൾ ബ്രാഹ്മണനാകാനും ക്ഷത്രിയനാകാനും വൈശ്യനാകാനും ശൂദ്രനാകാനും കാരണമെന്ന് നമുക്ക് ബോധിപ്പിക്കാനാണ് ഇപ്രകാരം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. വിശ്വാമിത്രനും അതുച്ഛന്ദസ് തുടങ്ങിയിട്ട് വിശ്രുതന്മാരായ 100 പുത്രന്മാരുണ്ടായി വന്നു. വിശ്വാമിത്ര മഹർഷിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതില് നടുവിലുള്ള ഒരു വ്യക്തിയുടെ പേര് മധുച്ഛന്ദസ് എന്നാണ്. അതുകൊണ്ട് ആ 100 പേരെയും 1 തൊട്ട് 49 വരെയുള്ളവരെയും 51 തൊട്ട് 100 വരെയുള്ളവരെയും ഒറ്റ പേരിലാണ് മധുച്ഛന്ദസ്സുകൾ എന്നാണ് പറയുന്നത്. ആ മധുച്ഛന്ദസ്സുകളെയാണ് ആളായിട്ടാണ് അദ്ദേഹത്തിന്റെ പുത്രന്മാരെ അറിയപ്പെടുന്നത്. വിശ്രുതന്മാരായ മധുച്ഛന്ദസ് തുടങ്ങിയിട്ട് വിശ്രുതന്മാരായി 100 പുത്രന്മാരുണ്ടായി വന്നു. ദേവരാധനാം ഭൃഗുവംശജൻ ശുനശേവൻ കേവലം വിശ്വാമിത്രന് പുത്രനായി വന്നു. പിന്നെ ഭാഗ്യവാൻ ഹരിചന്ദ്രൻ നരമേധത്തിനായി ഭാർഗവനായ ശുനശേവനെ കൊണ്ടിടിനാൻ. അന്ന് അവനും ദേവന്മാരെ സ്തുതിച്ചു ജീവനാർത്ഥം അവരും പ്രസാദിച്ചു.
വിശ്വാമിത്രനു നൽകി ദേവകളാലേ രാധനാകയാൽ ശുനശേപൻ ദേവരാധാഖ്യനായാൻ ദാനാർത്ഥം രാധശബ്ദം